ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു എഗ് ലോലിപോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്, കഴിക്കാനും നല്ല സൂപ്പറാണ്. നമുക്ക് ഇതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ്, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഒരു ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയില, ഒരു ഒനിയൻ, പിന്നെ 2 ടീസ്പൂണോളം മൈദാമാവ് എടുത്തിട്ടുണ്ട്. ആദ്യം മുട്ട നമുക്കൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കണം. ഞാൻ ഈ 5 മുട്ടയും ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പോളം ഉള്ളി ഇട്ട് കൊടുക്കാം. മല്ലിയില ഞാൻ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കത് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കറി ലീഫ് ആഡ് ചെയ്യുകയോ ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് അരിഞ്ഞതും, 1 ഗ്രീൻ ചില്ലിയും ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചില്ലിയുടെയും ചില്ലി പൗഡറിൻ്റെ അളവ് ഒന്ന് കൂട്ടിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി പൊടികളിൽ നമ്മൾ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓൾപർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദയും കൂടി ഇട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യണം. ഇതുപോലെ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതിന് നമുക്ക് ബ്രെഡ് ക്രംസും വേണം. 1 മുട്ട, 1 പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്ത ബോളുകൾ നമ്മൾ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ ബോളുകളും കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് ഒരു മീഡിയം ഹീറ്റിൽ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ഈ ഓരോ ബോളുകൾ അതിലിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ എല്ലാ എഗ്ഗിൻ്റെ ബോളുകളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഒരു പേപ്പർ ടവലിലേക്ക് നമുക്കിത് മാറ്റിയിട്ട് പിന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എഗ്ഗ് കൊണ്ട് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. ഒന്നുകിൽ സ്റ്റിക്കോട് കൂടി എഗ് ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോളുകളായിട്ട് കെച്ചപ്പിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.